നമസ്തേ. 2 ദിവസത്തിന് മുമ്പാണ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടു. തൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്ത് തൻ്റെ പേരിലേക്ക് മാറ്റിത്തരണം എന്ന് മകൻ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനുള്ള സമയമായില്ല, സമയമാകുമ്പോൾ ഞാൻ തന്നെത്താൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആ മറുപടി മകന് അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമാന്തിച്ചില്ല, കയ്യിൽ കിട്ടിയെടുത്ത് കൊടുത്തു. തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിയതാണോ വളർത്തിയതല്ലേ അതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരെ വളർത്തുക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്നത് അച്ഛൻ്റെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്, അല്ലാതെ ഔദാര്യമൊന്നുമല്ല എന്ന ചിന്തയോടുകൂടി അച്ഛനെ എത്തേണ്ടിടത്തേക്ക് എത്തിച്ചു. ഇതിന് സമാനമായ ഏകദേശം 1.5-2 വർഷം മുമ്പ് മറ്റൊരു വാർത്ത കണ്ടായിരുന്നു. ഒരു യുവ ഡോക്ടർ തൻ്റെ അച്ഛൻ വസ്തുവകകൾ വീതം വെച്ചപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ, അതായത് ആദ്യത്തെ ഭാര്യയിലുണ്ടായ പുത്രനാണ് ഈ യുവ ഡോക്ടർ. അവൻ്റെ അമ്മ മരിച്ചപ്പം പിതാവ് മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ചു, അതിലൊരു പുത്രനുണ്ടായി. 2 പേർക്കും അദ്ദേഹം തുല്യമായി വീതം വെച്ചു. ഇത് ആദ്യത്തെ പുത്രനായ യുവ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി സ്വന്തം അച്ഛൻ ആഹാരത്തിൽ വിഷം കൊടുത്തു കൊന്നു. വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയായിരുന്നു. അപ്പോൾ ഈ സ്വത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും എന്തും ചെയ്യാൻ മടിക്കാത്ത ചിലരെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ട്. ഒരു പക്ഷേ കാലം കഴിയും തോറും അവരുടെ എണ്ണം കൂടുകയാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവരെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ രാമായണത്തിലെ ലക്ഷ്മണനെ ഓർക്കും. ശ്രീരാമചന്ദ്രനെ വനവാസത്തിലേക്ക് അയക്കണം എന്ന കൈകേയിയുടെ നിർദ്ദേശം പരിഗണിച്ച് ഒന്നും പറയാൻ കഴിയാതെ നിശബ്ദനായി നിൽക്കുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞു പ്രവർത്തിക്കേണ്ടവനാണ് പുത്രൻ എന്ന ആ പരമമായ യാഥാർത്ഥ്യത്തെപ്പറ്റി ഓർത്തുകൊണ്ട് അച്ഛൻ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അമ്മ മനസ്സിൽ ചിന്തിക്കുന്നത് അവർ പറയാതെ തന്നെ അറിഞ്ഞു ചെയ്യുന്നവനാണ് ഉത്തമനായ പുത്രൻ. അച്ഛനും അമ്മയും പറഞ്ഞു ചെയ്യുന്നവൻ മധ്യമപുത്രൻ. അച്ഛനും അമ്മയും പറഞ്ഞാലും ശരി പറഞ്ഞില്ലേലും ശരി, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തേയില്ല, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കുന്നവൻ അധമപുത്രൻ. ഞാൻ ഒരിക്കലും അധമനുമാകില്ല, മധ്യമനുമാകില്ല, ഉത്തമനാകണം. കാരണം ഞാൻ മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുക്കേണ്ടവനാണ്, മാതൃകാ പുരുഷോത്തമനാണ് രാമേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഞാൻ മാതൃക കാട്ടിക്കൊടുക്കണം. അച്ഛൻ ചിന്തിക്കുന്നത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ ആഗ്രഹം ഏതൊന്നാണോ, അച്ഛൻ്റെ ഗുണപ്രദം തോന്നുന്നത് ഏതൊന്നാണോ, അച്ഛൻ്റെ കീർത്തിക്ക് കാരണമാകുന്നത് ഏതൊന്നാണോ, തീർച്ചയായും അതനുസരിക്കുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പോകും എന്ന വിവരം തൻ്റെ സ്വമാതാവായ കൗസല്യാദേവിയെ അറിയിക്കുമ്പം ആ സന്ദർഭത്തിൽ ലക്ഷ്മണസ്വാമിയുണ്ട് അവിടെ. ലക്ഷ്മണസ്വാമി ഇത് കേട്ടതോടുകൂടി കോപം കൊണ്ട് ജ്വലിച്ചു. എന്ത് അഹങ്കാരമായി പറയുന്നത്, എന്ത് അനീതിയായി പറയുന്നത്, എന്തുകൊണ്ടും യോഗ്യനും ധാർമ്മികമായ അവകാശമുള്ളവനുമായ എൻ്റെ പ്രാണൻ്റെ പ്രാണനായ ശ്രീരാമചന്ദ്രമൂർത്തിയെ വനത്തിലേക്ക് അയക്കാൻ അച്ഛൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനമാണ് എൻ്റെ പിതാവ് എടുത്തിരിക്കുന്നെങ്കിൽ ആ പിതാവിനെ ഞാൻ ബന്ധിയാക്കും. പിന്നെയോ പിതാവിന് പിന്തുണ കൊടുത്തുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവരെ മുഴുവനെ ഞാൻ യമധർമ്മൻ്റെ അരികിലേക്ക് എത്തിക്കും. ഏത് വിധേനയും ഏട്ടനെ ഞാൻ യുവരാജാവായി അഭിഷേകം ചെയ്യിക്കും. അതിനുള്ള ശക്തിയും ഊർജവും എനിക്കുണ്ട്. അമ്മ സങ്കടപ്പെടാതിരിക്കും. അച്ഛനെ ബന്ധിച്ചിട്ടാണെങ്കിലും കൂടെ നിൽക്കുന്നവരെ വധിച്ചിട്ടാണെങ്കിലും എൻ്റെ ഏട്ടന് ഞാൻ ഈ രാജ്യസിംഹാസനം നേടിക്കൊടുക്കും എന്ന് പറയുന്ന ഒരു പുത്രൻ. സ്വന്തം ഏട്ടന് വേണ്ടി സിംഹാസനം നേടിക്കൊടുക്കുവാൻ അച്ഛനെ ബന്ധിയാക്കും. അച്ഛന് പിന്തുണ കൊടുക്കുന്നവരെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുന്നു സൗമിത്രി. പക്ഷേ അന്നേരം ഒരു ഗുണമുണ്ടായത്, സൗമിത്രിയിൽ അത്തരം ഒരു ചിന്ത വന്നപ്പോൾ അതിനെ നേരായ തലത്തിലേക്ക് ഉപദേശിച്ചു മാറ്റാൻ ശ്രീരാമചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പല കുഞ്ഞുങ്ങളും തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ, തെറ്റായി ചിന്തിക്കുമ്പോൾ അവരെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കുവാൻ ആരുമില്ല. അവർക്കാണെങ്കിൽ രാമായണത്തെപ്പറ്റി അറിയത്തുമില്ല, ഭാഗവതത്തെപ്പറ്റി അറിയത്തില്ല. കാരണം നമ്മളാരും ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ. അച്ഛനാര്, അമ്മയാര്, മകനാര്, മകളാര് എന്ന് ഭാഗവതത്തിൽ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് എത്ര അമ്മമാർ അല്ലെങ്കിൽ എത്ര അച്ഛന്മാർ സന്തതികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇന്ന് ഇത്രയേറെ വൃദ്ധസദനങ്ങളോ അനാഥാലയങ്ങളോ ഒക്കെ വരുന്നെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ സന്തതികളിലേക്ക് ആധ്യാത്മികമായ ജ്ഞാനം എത്തിക്കാത്ത ഒരൊറ്റ കുറവ് കൊണ്ട് മാത്രമാണ്. ഏതായാലും നമ്മുടെ ലക്ഷ്മണൻ്റെ ഈ അഭിപ്രായം കേട്ടപ്പോൾ, ആ പരാക്രമ രൂപം കണ്ടപ്പോൾ, കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ തലം കണ്ടപ്പോൾ ഓടിയെത്തി ശ്രീരാമൻ തൻ്റെ അനുജനായ തൻ്റെ നിഴൽ പോലെ കൂടെ നടക്കുന്ന ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് നിറകയിൽ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ എന്നോടുള്ള സ്നേഹത്തെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം അനുജ,
പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ അച്ഛനാണ്. അദ്ദേഹം നമ്മുടെ അച്ഛനാണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ആരാണ് പുത്രൻ, ആരാണ് പിതാവ്, പുത്രൻ്റെ ധർമ്മം എന്താണ്, പുത്രൻ്റെ കർമ്മം എന്താണ്, ഇത് നീ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള അന്യായങ്ങൾ ചിന്തിക്കുവാനേ പാടില്ല. കാരണം നമ്മെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിയവരെ ഒരു സങ്കടക്കയത്തിലേക്ക് എത്തിക്കാതെയും അവർക്ക് മനസ്സാ വാച കർമ്മണ സങ്കടമുണ്ടാകുന്നതൊന്നും ചിന്തിക്കുവാൻ പോലും പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ കർമ്മം കൊണ്ട് നമ്മൾ പുത്രരല്ലാതായി മാറുന്നു. പ്രവൃത്തിയിലൂടെയാണ് ഏതൊരുവനും സ്വന്തം മാതാവിനും പിതാവിനും പുത്രനും പുത്രിയുമാകേണ്ടത്, അല്ലാതെ ജന്മം കൊണ്ടല്ല. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ സൗമിത്രി ശാന്തനായി. പിന്നെയോ സ്വന്തം മാതാവ് പറയുന്നു, ദശരഥനെ ബന്ധിയാക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നതാണല്ലോ നീ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അമ്മ പറയുന്നു, അമ്മ പറയുന്നതും അനുസരിക്കണം. അച്ഛനും അമ്മയ്ക്കും തുല്യ സ്ഥാനമാണ്. അമ്മ പറയുന്നത് അനുസരിക്കാത്തവൻ അച്ഛൻ പറയുന്നതും അനുസരിക്കേണ്ട, അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നവൻ അമ്മ പറയുന്നതും അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ഇതാ പറയുന്നു, നീ ഏത് വിധേനയും നിൻ്റെ പിതാവിനെ ബന്ധിയാക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, നിനക്കതിനകത്തൊരു പാപവും കിട്ടത്തില്ല, നീ രാജാവാകണം. നോക്കൂ, സ്വത്തും സമ്പത്തും സമൃദ്ധിയും വരുമ്പോൾ, അല്ലെങ്കിൽ പുത്രനോടുള്ള അമിതമായ പുത്രവാത്സല്യം അളവറ്റ രീതിയിൽ പ്രകടമാകുമ്പോൾ നല്ലത് പറഞ്ഞു കൊടുക്കണം, നേരായ മാർഗം പറഞ്ഞു കൊടുക്കണമെന്ന യാഥാർത്ഥ്യം അറിയാത്തവളല്ല കൗസല്യ. പക്ഷേ സാഹചര്യവും സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മളും പലപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തിക്കും. അത് നമ്മൾക്ക് കാട്ടിത്തരികയാണ് വാൽമീകി മഹർഷി. അറിവിൻ്റെ നിറകുടമായ കൗസല്യ മാതാവ് പോലും സങ്കടകരമായ ഒരു സാഹചര്യം വന്നപ്പോൾ പത്നി ധർമ്മത്തെ മറന്നുപോകുന്നു. സ്വപ്നേവി ചിന്തിക്കുവാൻ പാടില്ല പതിക്ക് സങ്കടം വരുത്തുന്നതൊന്നും അതറിയാത്തോളുമല്ല കൗസല്യ മാതാവ്. പക്ഷേ തൻ്റെ പുത്രനോടുള്ള, അല്ലെങ്കിൽ പുത്രൻ നഷ്ടപ്പെടുന്നതിലുള്ള സങ്കടം ആ അമ്മയെ അത് പറയിപ്പിക്കുന്നു. അതുകൊണ്ട് രാമായണവും വാൽമീകിയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം. സ്വത്തിനും സമ്പത്തിനും വേണ്ടി സന്തതികൾ പരസ്പരം പോരടിക്കാം. സ്വത്തിനും സമ്പത്തിനും വേണ്ടി സന്തതികൾ തന്നെ മാതാവിനെയും പിതാവിനെയും ബന്ധിയാക്കാം. അന്യായമായ പല മാർഗങ്ങളിലൂടെയും അവരത് കവർന്നെടുക്കാൻ ശ്രമിക്കാം. രാമായണം അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് നമ്മുടെ ദൈനംദിന ന്യൂസ് പേപ്പറുകളിലും TV ചാനലുകളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ കൃത്യമായി തന്നെ പ്രകടമാകുന്നുണ്ട്. കാലം കലികാലമാണ്. ഈ കലികാലത്തിൽ സംഭവിക്കാനുള്ള സർവ്വവിധമായ സാധ്യതകളെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സർവജ്ഞാന വിശാരദനുമായ ആ മഹായോഗി, ആദി ഗുരുവായ വാൽമീകി മഹർഷി നമ്മൾക്ക് പറഞ്ഞു തന്നു. പറഞ്ഞത് 100% സത്യമായിട്ടുള്ളതും സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണ് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം ഇന്ന് തെളിയിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾക്ക് ആർക്കും അത്തരത്തിലുള്ള സങ്കടങ്ങൾ എത്താതിരിക്കട്ടെ. സൽസ്വഭാവികളായ സന്തതികളാലും പരിചരണത്താലും ശുശ്രൂഷയാലും അച്ഛൻ്റെ മനസ്സിനെ പരിപൂർണമായി മനസ്സിലാക്കിയില്ലെങ്കിലും പാലും തേനും തൈരും ഒന്നും കൊടുത്തില്ലെങ്കിലും സ്നേഹത്തോടു കൂടി ഉരുറ്റി പച്ചവെള്ളമെങ്കിലും കൊടുക്കാൻ കഴിയുന്ന സന്തതികളാൽ ഇത് ശ്രമിക്കുന്ന ഓരോ മാതാവിനും പിതാവിനും വാർദ്ധക്യത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ആ ശ്രീരാമചന്ദ്രമൂർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.